ഇവിടെ 23 വയസ്സുള്ള ഒരു യുവാവ് ഇങ്ങനെ ഒരു കൊടും ക്രൂരത ചെയ്യുമോ എന്ന് അതിശയിച്ച ഒരു സ്വഭാവമായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ടത്. കാരണം സ്വന്തം ഉമ്മയും കുഞ്ഞനുജനും പ്രണയിനിയും ഒക്കെയാണ്. അതുമാത്രമല്ല, വളരെ അടുത്ത ബന്ധുക്കൾ രണ്ടുപേര്. അത് ഏറ്റവും ക്രൂരമായ രീതിയിലാണ് ആ വ്യക്തി കൊല ചെയ്തിരിക്കുന്നത്. ഉമ്മ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. മാനസിക നില, ലഹരിയുടെ ഉപയോഗം, ഇതൊക്കെ താരതമ്യം ചെയ്തുള്ള ഒരു പഠനം നടത്തുന്നതിലുപരി ഈ ഇത്തരത്തിൽ യുവാക്കൾക്ക് ആരോഗ്യകരമായ ഒരു മാനസിക സാഹചര്യം ഉണ്ടാക്കുന്നതിൽ ഇപ്പോഴത്തെ ഒരു സാമൂഹിക പശ്ചാത്തലം കുറച്ചെങ്കിലും പിന്നോട്ട് നിൽക്കുന്നുണ്ട് എന്നതാണോ സത്യം? അതില് നമ്മൾ ഒരിക്കലും ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലേബലിംഗ്, അതായത് ഓൾ ഗുഡ് അല്ലെങ്കിൽ ഓൾ ബാഡ് എന്നുള്ള തരത്തിലുള്ള ലേബലിംഗ് തീർച്ചയായിട്ടും ഗുണം ചെയ്യില്ല. ചില കാര്യങ്ങൾ, ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ എടുക്കുകയാണെങ്കിൽ ഈ ജാതിപരമായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ലിംഗപരമായിട്ടുള്ള വ്യത്യാസങ്ങൾ, വിവേചനങ്ങൾ, ഇത്തരം കാര്യങ്ങളിലൊക്കെ, അതായത് സ്ത്രീകൾ എപ്പോഴും അടിച്ചമർത്തപ്പെടേണ്ടവരാണ്, ജാതി ചിന്ത, ഇത്തരത്തിൽ കാര്യങ്ങളിലൊക്കെ നമ്മുടെ യുവത്വം ഏറെ പുരോഗമിച്ചിട്ടുണ്ട് മുൻപുള്ള സമൂഹത്തെ അപേക്ഷിച്ച് നോക്കുക. അപ്പൊ നമ്മൾ ഈ യുവത്വത്തെ ഒന്നടങ്കം ലേബൽ ചെയ്യുകയാണെങ്കിൽ അത് തെറ്റായിട്ടുള്ള കാര്യമായിരിക്കും. നമുക്കറിയാം, ഇപ്പോൾ സിനിമകളിൽ പോലും പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് തീർച്ചയായിട്ടും ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതിൽ സിനിമകളിലെ പോലും സ്ത്രീ വിരുദ്ധത അല്ലെങ്കിൽ ജാതി പരാമർശം ഒക്കെയും സവർണത ഒക്കെയും ചർച്ചയാവുന്ന ഒരു കാലഘട്ടമാണ്. അപ്പോൾ പൂർണ്ണമായിട്ടും പിന്നോട്ട് പോവുകയാണ് എന്ന് പറയുന്നത് ശരിയല്ല. പക്ഷേ അവിടെ നമ്മളെപ്പോഴും എന്ത് ശരി എന്ന് മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നാൽ ഒരു സമൂഹത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പൊ ഇത്തരത്തിലുള്ള സംഭവങ്ങളുടെ, ആവർത്തിച്ചുള്ള സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നമ്മൾ പരിശോധിക്കേണ്ടത് എവിടെയാണ് തെറ്റുന്നത്. അവിടെയാണ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്. അതായത് നമുക്കിപ്പോൾ എന്ത് ഉണ്ടെങ്കിലും നമ്മുടെ ഇപ്പോൾ ഈ ഒരു സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലെ ഒരു പ്രവണത ഇസ് ലൈക്ക് എക്സ്ട്രീം വ്യൂസ്. അതായത് ഇപ്പോൾ ഒരു ഫോർ എക്സാമ്പിൾ എന്തെങ്കിലും നമുക്കിപ്പോൾ ഇഷ്ടമില്ലാത്ത തരത്തിലുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി, അപ്പൊ അവരെ തീർത്തും താറടിച്ച് അപമാനിച്ച് കാണിക്കുന്ന ഒരു കമന്റ്, അതിൽ ചിലപ്പോൾ തെറികൾ ഉൾപ്പെടാം. അതൊക്കെ കമന്റ് ചെയ്യുമ്പോൾ ഒരു യുവാവ് അങ്ങനെ കമന്റ് ചെയ്യുന്നു എന്ന് കരുതുക, അവിടെ നിറച്ച് ലൈക്കുകൾ കിട്ടുകയാണ്. അപ്പോ ഒരു കൗമാരക്കാരന്റെ തലച്ചോറിൽ പതിയുന്ന, മനസ്സിൽ പതിയുന്ന ചിത്രം എന്താണ്? എക്സ്ട്രീം വേസ് നമുക്ക് ഇതിപ്പോൾ ഇവിടെ തന്നെ സംസാരിച്ച രണ്ട് വ്യക്തികളും അവർ രണ്ടുപേരും വിരുദ്ധ ധ്രുവങ്ങളിൽ നിന്നാണ് സംസാരിക്കുന്നത്. പക്ഷെ ഒരിക്കലും സഭ്യതയുടെ സീമകൾ ആരും തന്നെ ലംഘിച്ചില്ല, അല്ലെ? അപ്പോൾ നമുക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു വിഷയത്തിൽ പോലും എക്സ്ട്രീം വേസ് ആർ ജസ്റ്റിഫൈഡ് എന്നുള്ള തരത്തിൽ, അതിപ്പോൾ മതത്തിന്റെ കാര്യമാവട്ടെ, നമ്മളിപ്പോ സോഷ്യൽ മീഡിയ ഒക്കെ എടുത്തു വെച്ചാൽ വളരെയധികം കാണുന്നതല്ലേ, ഫേക്ക് അക്കൗണ്ടുകൾ വഴി ഇത്തരത്തിൽ മതവിദ്വേഷം, ജാതി വിദ്വേഷം, നിറവിദ്വേഷം എല്ലാം പരത്തുകയാണ്. അപ്പോൾ അതിന് കയ്യടി കിട്ടുമ്പോൾ നമ്മുടെ കുട്ടികളുടെ മനസ്സിൽ പതിയുന്നത് എന്താണ്? ദിസ് ഈസ് ദ റൈറ്റ് വേ. ഈ കാര്യത്തിൽ സമൂഹം പിന്നോട്ട് പോകുന്നു എന്നാണ് എന്റെ അഭിപ്രായം. അപ്പോൾ ഇത്തരത്തിലുള്ള എക്സ്ട്രീം വ്യൂസ്, എക്സ്ട്രീമിസം എന്ന് വെച്ചാൽ കേവലം നമുക്ക് തോക്കേന്ത്യ തീവ്രവാദികൾ മാത്രമല്ല, ഈ തീവ്രവാദമടക്കം, ഇപ്പോൾ തീവ്രവാദത്തെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് മാത്രം പറയുകയാണ്, തീവ്രവാദമടക്കം എന്തിന്റെയും ആരംഭം എവിടെയാണ്? നമ്മുടെ മനസ്സിലാണ്. അപ്പൊ ഈ മനസ്സിൽ വിദ്വേഷം, നമുക്കിപ്പോ അഭിപ്രായ വ്യത്യാസം ഈസ് ഈക്വൽ ടു വിദ്വേഷം ആൻഡ് എക്സ്പ്രസ് ദാറ്റ് എന്നുള്ള തരത്തിലേക്ക് സമൂഹം ചെറുതായിട്ട് പോകുന്നുണ്ടോ? അതിന് ഇമ്മീഡിയറ്റ് ഗ്രാറ്റിഫിക്കേഷൻ എന്നുള്ളത്, അതായത് നമുക്കിപ്പോ ഒരു ആശാഭംഗം വരികയാണെങ്കിൽ അതിനെ എങ്ങനെ ഡീൽ ചെയ്യണം, എങ്ങനെ അതിനെ നേരിടണം എന്ന് എവിടെയോ നമ്മുടെ സമൂഹത്തിന് ചെറുതായിട്ട് തെറ്റുകുറ്റങ്ങൾ പറ്റുന്നുണ്ട്. അത് കേവലം യുവാക്കൾക്ക് മാത്രം തെറ്റു പറയുന്ന കാര്യമല്ല. കാരണം ഈ റിപ്പീറ്റഡ് ക്രൈം, ഓഫൻ ലാസ്റ്റ് ഒരു 5 വർഷത്തെ ക്രൈംസ് എടുത്ത് പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ യുവാക്കൾ മാത്രമല്ല, നമുക്കറിയാം ഈ സയനൈഡ് ഉപയോഗിച്ചൊരു ജോളി എന്നൊരു വ്യക്തി ആവർത്തിച്ചുള്ള കൊലപാതകങ്ങൾ ചെയ്തു. ഇമ്പൾസീവ് ആയിട്ടുള്ള, എടുത്തു ചാടിയുള്ള ക്രൈംസ് കൂടുതലും യുവാക്കളിലാണ്. അതിന് ബയോളജിക്കൽ ആയിട്ടുള്ള കാരണങ്ങളുണ്ട്. കാരണം നമ്മുടെ ഈ തലച്ചോർ അതിന്റെ പൂർണ്ണ വികാസം പ്രാപിക്കുക ഏതാണ്ട് ഒരു 25 എന്നാൽ 25ാമത്തെ പിറന്നാളിന്റെ തലച്ചോർ പൂർണ്ണമായി മെച്ചുവർ ആവുന്നല്ല. നമ്മുടെ തലച്ചോറിന്റെ ആവരണം, അതിന് മൈലിൻ എന്നാണ് പറയുക. ഈ മൈലിനേഷൻ കംപ്ലീറ്റ് ആവാൻ 25 വയസ്സെങ്കിലും ശരാശരി എടുക്കും. അപ്പൊ 18 വയസ്സായി എന്നുള്ളത് കൊണ്ട് ഈ വ്യക്തികളെല്ലാവരും മെച്ചുവേർഡ് ആയി, ജസ്റ്റ് ബിക്കോസ് അവർക്ക് വോട്ട് ചെയ്യാനുള്ള അവകാശം കിട്ടി എന്നുള്ളതിനനുസരിച്ച് അവർ മെച്ചുവേർഡ് ആയി എന്ന് അർത്ഥമില്ല. അപ്പോൾ ചില വ്യക്തികൾക്ക് ഈ മൈലിനേഷന്റെ, അത് സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളും സാംസ്കാരികമായിട്ടുള്ള, സാമൂഹ്യമായിട്ടുള്ള, സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളും അതിൽ പ്രധാനമാണ്, ഒരു വ്യക്തി എങ്ങനെ ആയി മാറുന്നു എന്നുള്ളത്. അപ്പൊ ഇവിടെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ പരാജയപ്പെട്ടു എന്നല്ല, ആസ് എ സൊസൈറ്റി വി ആർ ഫെയിലിംഗ്. ആസ് എ സൊസൈറ്റി, അതിപ്പോൾ കുടുംബത്തിന്റെ പരാജയമുണ്ട്, സമൂഹത്തിന്റെ ഒക്കെ പരാജയമുണ്ട്. ഇമ്മീഡിയറ്റ് കോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇതൊന്നും പ്രസക്തമല്ല. ഒരു
ക്രൈമിന്റെ നമുക്കറിയാം മെൻസ് റിയ ആക്ടസ് റിയ, അതായത് എന്തുകൊണ്ട് കൊന്നു, എങ്ങനെ കൊന്നു എന്നുള്ളതിന്റെ ഒക്കെ കാര്യങ്ങൾ, അതിന്റെ മോട്ടീവ് ഒക്കെ തെളിയിക്കും. അപ്പൊ ഇമ്മീഡിയറ്റ് കോസ് ചർച്ച ചെയ്യുകയാണെങ്കിൽ ഇതൊന്നും വിഷയമല്ല. പക്ഷേ ഇത്തരമുള്ള സാഹചര്യത്തിലെങ്കിലും ദ സോഷ്യൽ ആസ്പെക്ട്സ്, സോഷ്യൽ ഡിറ്റർമിനൻസ് ഓഫ് ക്രൈം എന്നുള്ളത് ചർച്ചയാവണം, സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ചർച്ചയാവണം. അപ്പൊ ഈ വ്യക്തിക്ക്, ഞാൻ ആ വ്യക്തിയുടെ മാനസിക നിലയെ കുറിച്ച് ഒന്നും കമന്റ് ചെയ്യുന്നില്ല, അദ്ദേഹം മാനസിക രോഗത്തിന് അടിമയാണെന്നോ അല്ലെന്നോ ലഹരിക്ക് അടിമ ഒന്നും കമന്റ് ചെയ്യുന്നില്ല. പക്ഷേ ചിലപ്പോഴെങ്കിലും കടുത്ത വിഷാദ രോഗം അല്ലെങ്കിൽ ഉന്മാദ വിഷാദ രോഗം, ഇത്തരത്തിലുള്ള രോഗങ്ങളൊക്കെയുള്ള വ്യക്തികൾ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നതായിട്ട് കാണാം. ക്രൈംസിന്റെ കാര്യത്തിലല്ല. ബിക്കോസ് നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും, അതായത് ഒരു സൈക്യാട്രിസ്റ്റിനെ കാണാം, നമുക്കിപ്പോ എവിടെ പോയി എന്ന് ഒരു വ്യക്തി ചോദിക്കുകയാണെങ്കിൽ ഞാൻ ആ ഡോക്ടറെ അടുത്തൊന്ന് പോയതായിരുന്നു, ആ ലാഘവത്തോടെ അല്ലെങ്കിൽ ആ സാധാരണത്വത്തോടെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക എന്നുള്ളത് നമ്മുടെ സമൂഹത്തിൽ ആക്സെപ്റ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ഞാൻ പറഞ്ഞു വരുന്നത് മാനസികമായിട്ടുള്ള സമ്മർദ്ദം ഈ ഒരൊറ്റ കേസിന്റെ പശ്ചാത്തലത്തിലല്ല, നമ്മുടെ കുട്ടികൾക്കിടയിലെങ്കിലും മാനസികമായിട്ടുള്ള സമ്മർദ്ദം വരുമ്പോൾ അതിന് താങ്ങായി നിൽക്കേണ്ടുന്ന സോഷ്യൽ സിസ്റ്റംസിൽ എവിടെയൊക്കെയോ നമ്മുടെ അനുകുടുംബവും കഴിഞ്ഞ് എല്ലാവരും അവനവന്റെ സ്ക്രീനിലേക്ക് മാറുകയാണല്ലേ. അപ്പൊ എനിക്ക് ഒരു മാനസിക സമ്മർദ്ദം വരുമ്പോൾ ഞാനും എന്റെ മുന്നിലുള്ള വിർച്വൽ വേൾഡ്, ഇൻസ്റ്റഗ്രാം അല്ലെങ്കിൽ ഫേസ്ബുക്ക്, അത് മാത്രമാണ്. അപ്പൊ അതിന് പകരം നമുക്കൊരു സോഷ്യൽ സപ്പോർട്ട് സിസ്റ്റം ഉണ്ടായി വരണം. നമുക്കിപ്പോ ഒരു ഫ്രസ്ട്രേഷൻസ് ഉണ്ടാകുമ്പോൾ, സങ്കടങ്ങൾ ഉണ്ടാകുമ്പോൾ അത് വെന്റിലേറ്റ് ചെയ്ത് പോകാൻ, നമ്മൾ വളരെ ലളിതമായി പറയുകയാണെങ്കിൽ മനസ്സിനെ ഒരു പ്രഷർ കുക്കറായിട്ട് ഉപമിക്കാം. അപ്പൊ പ്രഷർ കുക്കർ സ്വാഭാവികമായിട്ട് വിസിലടിച്ച് ആ പ്രഷർ റിലീസ് ആയില്ലെങ്കിൽ എന്താ സംഭവിക്കുക? പൊട്ടിത്തെറിക്കുകയല്ലേ. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങൾ നമ്മുടെ ഇടയിൽ ഇനിയും പൊട്ടിത്തെറിക്കാവുന്ന ദ പൊട്ടൻഷ്യൽ ക്രിമിനൽസ് എന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ക്രൈം എന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും അതിന്റെ സാമൂഹ്യ പശ്ചാത്തലം ഡിസ്കസ് ചെയ്യേണ്ടതാണ്, സൈക്കോളജിക്കൽ ആസ്പെക്ട് ഡിസ്കസ് ചെയ്യേണ്ടതാണ്.